ആരടി അവിടെ മുന്നിൽ തഴുതാച്ചു? അത് മാസ്റ്ററും ടീച്ചറും വന്നതാണ് സ്കൂളിൽ നിന്ന്. ഓല് നമ്മളെ കുട്ടീനെ ചേർക്കാൻ വേണ്ടിട്ടേ അവിടെ അബ്ബാസും കുട്ടികളെ ഓരോട് വർത്താനം പറയുന്നു. ഇന്നലല്ല ഇപ്പൊ ഒരു 3-4 മാസ്റ്റർമാർ ഇപ്പൊ അവിടെ വന്നിരുന്നു. കുട്ടികളെ ചേർക്കാൻ പോലെ ഇങ്ങനെ നിരന്ന് നടക്കുക. പണ്ടൊക്കെ ഒരു പെൺകുട്ടിനെ കെട്ടിച്ചാണ്ടെങ്കിലാണ് പെരാളിൽ ഇങ്ങനെ പെൺകെട്ടേര് അറിഞ്ഞിരുന്നത്. അതേമാതിരി ഇപ്പൊ മാസ്റ്റർമാരും ടീച്ചർമാരും പെരാളിൽ നടക്കുകയാണോ? ഓൽക്ക് സ്കൂളിലെ കുട്ടികൾ കുറവായാലും ഓലെ പണി പോവും. അതുകൊണ്ട് കുട്ടികളെ തെരഞ്ഞെടുക്കാണ് ഓലിങ്ങനെ തെരഞ്ഞെടുക്കൊന്നും വേണ്ട. നല്ലോണം പഠിപ്പിച്ചിട്ട് സ്കൂളും നല്ല അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളൊക്കെ ആണെങ്കിലേ കുട്ടികളെ രക്ഷിതാക്കളെ അങ്ങോട്ട് ചേർക്കാൻ പോകും. നബീസു, നമ്മളെ അബ്ബാസിനും സുക്കൂറിനും ചേർത്ത കാലം നല്ല ഇപ്പൊ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ നല്ലോണം സൗകര്യം എല്ലാതും നോക്കിട്ട് തന്നെ ഉള്ളു ചേർക്കുള്ളൂ. ടീച്ചർമാർക്കും മാസ്റ്റർമാർക്കും ഒക്കെ ബേജാറൊക്കെ ഉണ്ടാവും. 25-30 ലക്ഷം കൊടുത്തുകാണ്ടാണ് സ്കൂളിൽ ചേരേണ്ടത്. ഇപ്പൊ ഈ മാനേജർമാരൊക്കെ ഉണ്ടല്ലോ സ്കൂളിന്റെ, ഓലിപ്പോ ഒരു ടീച്ചറോ മാസ്റ്ററോ പോകുന്നുണ്ടെങ്കിൽ 10 കൊല്ലം മുന്നേ തന്നെ ആരെങ്കിലും അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടാവും. അത് നല്ല യോഗ്യത ഉള്ള മാസ്റ്റർമാരോ ടീച്ചർമാരോന്നൊന്നും ഓല് നോക്കലില്ല. ഓല ബാക്കിക്കാരെ തന്നെ ഓല അമ്മായിന്റെ മക്കള്, പെങ്ങളെ കുട്ടികള്, മൂത്തമ്മാന്റെ മോള്, ഇങ്ങനത്തെ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും ചെറിയൊരു പഠിപ്പ് പഠിച്ചാൽ മാസ്റ്ററിന്റെ ലെവലിക്ക് എത്തിക്കണമെങ്കിൽ അവിടെ കൊണ്ടുപോയി ചേർക്കാണ്. എന്നിട്ട് പിന്നെ ഓലാണ് പിന്നെ അടുത്ത മാസ്റ്റർമാര് നല്ലോണം പഠിപ്പിച്ചാലും നല്ല സൗകര്യം എല്ലാം ഉണ്ടെങ്കിലേ ഒരു കുട്ടികളും തിരഞ്ഞെടുക്കണ്ട. എല്ലാ രക്ഷിതാക്കളും കുട്ടികളായിട്ട് ആണ്ട് പോകും. അങ്ങനെയാണ് വേണ്ടത്.